കാട്ടകാമ്പാൽ ചിറക്കൽ സെന്ററിൽ തണ്ണീർ പന്തലൊരുക്കി പഞ്ചായത്ത് ഭരണസമിതി. കടുത്ത വേനൽ ചൂടിൽ വിവിധ ആവശ്യങ്ങൾക്കായി വീടിനെ പുറത്തിറങ്ങേണ്ടി വരുന്നവർക്കും പൊതുയിടങ്ങളിൽ തൊഴിലേർപ്പെടുന്നവർക്കും മനസ്സിനും ശരീരത്തിനും കുളിർമയേകി വേനൽ ചൂടിൽ നിന്നും ആശ്വാസം നൽകുന്നതിനായാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹകരണത്തോടെ തണ്ണീർ പന്തൽ ആരംഭിച്ചിരിക്കുന്നത്. 1 ലിറ്റർ തണുത്ത വെള്ളത്തിന് 20-25 രൂപ വരെ നൽകേണ്ടി വരുമ്പോഴാണ് തണ്ണീർ പന്തലിൽ നിന്നും സൗജന്യമായി തണ്ണിമത്തൻ ജ്യൂസ് നൽകുന്നത്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത് കുമാറിന് ശീതളപാനീയം നൽകിക്കൊണ്ട് തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐബ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, പഞ്ചായത്ത് ജനപ്രതിനിധികളായ TS മണികണ്ഠൻ, NK ചന്ദ്രാവതി, സന്തോഷ് കൊളത്തേരി, PP അഖിൽ, അഞ്ജു സുധീഷ്, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു എന്നിവരും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സോണി സക്കറിയ, അനിൽ സിഗ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃകാപരമായി ഈ പ്രവർത്തനം വരും ദിവസങ്ങളും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പറഞ്ഞു. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സംഭാരമായും വെള്ളമായും പദ്ധതി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തണ്ണിമത്തന്റെ ജ്യൂസ് നൽകുകയാണ്. തുടർന്ന് അങ്ങോട്ട് വ്യാപാരി വ്യവസായികളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ അത് സംഭാരമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ 18 അംഗ ഭരണസമിതി ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഫണ്ടിൽ നിന്നും എടുത്തുമല്ല ഇത് ചെലവാക്കുന്നത്. 18 മെമ്പർമാർ അവരുടെ കൈകളിൽ നിന്ന് എടുത്ത് സ്വരൂപിച്ച് കൊണ്ട ഒരു നടപടിയായിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് 8 മണിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ തന്നെയാണ് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട റസാഖും, അതുപോലെ തന്നെ അഖിലും, അതുപോലെ തന്നെ ശൈലജയും, അഞ്ജുവും, സ്വപ്നയും, സന്ധ്യയും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജേട്ടനും പ്രിയപ്പെട്ട ശ്രീ TS ചന്ദ്രാവതിയും എല്ലാവരും അവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ സഹപ്രവർത്തകരും ഇതിനകം ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പരിപാടികൾ നടത്തുക എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. നേരത്തെ നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ അവരുടെ കഴിവിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ തണ്ണീർ പന്തൽ ഒരുക്കിക്കൊണ്ട് അവർക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവരൊക്കെ ഈ അവസരത്തിൽ ഏത് രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരല്പം ദാഹജലമെങ്കിലും കൊടുക്കാൻ മുന്നോട്ട് വന്ന ഏത് സംഘടനയാണെങ്കിലും ഞങ്ങളുടെ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.